ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവരും എന്താണ് പരിപാടീസ്? ഞാനിന്ന് വിചാരിച്ചു നമ്മുടെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്ന താമരക്കുട്ടന്മാർക്കെല്ലാം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അവർക്ക് കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ഇതുവരെ താമരയൊന്നും പോട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒരു ട്യൂബറെങ്കിലും വാങ്ങി വെച്ചൊന്ന് നോക്കണം. കാര്യം ഇപ്പം ഒരുപാട് ട്യൂബേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫ്ലവർ ആവും. ഈ ഒരു സമയത്ത് ട്യൂബേഴ്സൊക്കെ കുറച്ച് റേറ്റ് കുറവിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ്സിന് പോകുന്നവർക്കും പിന്നെ ഈ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ ഈ വാട്ടർ പ്ലാന്റ്സ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വാട്ടർ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പം ഇതുപോലെ ഫ്ലവർ ആവുന്നതൊക്കെ ഒന്ന് വാങ്ങി വെച്ച് നോക്ക്. എന്തായാലും എത്രയോ പൈസ നമ്മളല്ലാതെ കളയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തുച്ഛമായ കുറച്ച് പൈസ മാറ്റി വെക്കുന്നത് നല്ലതല്ലേ? എന്നും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ കാണാം. അപ്പം ഞാനിവിടെ എടുത്തത് ആ ഫസ്റ്റ് കാണിച്ച മിറാക്കിൾ മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസറും പിന്നെ അതിൻ്റെ കൂടെ DAP ആണ്. രണ്ടും ആ കുഞ്ഞ് സ്പൂണിന് ഓരോ സ്പൂൺ വീതമാണ് ഒരെണ്ണത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് രണ്ടും എടുത്തിട്ട് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താമരയ്ക്കാണ് ഇത് വെക്കുന്നതെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് പോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം. മണ്ണിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. മുകളിൽ അതേപോലെ മണ്ണ് തിരിച്ച് പിടിച്ച് വെക്കുക. ഇനി നമ്മൾ വാട്ടർ ലില്ലിക്കാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ സൈഡിലാണ് നമ്മൾ വെക്കുന്നത്, അതായത് പോട്ടിൻ്റെ സൈഡിൽ. ഇനി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴും നമ്മൾ ഏത് പ്ലാന്റ്സിനാണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ മാക്സിമം അതിൻ്റെ റൂട്ടിന് വേറെ കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ താമരയിൽ നടുക്കും അതേ കണക്ക് വാട്ടർ ലില്ലിയിൽ സൈഡിലും വെച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും